മീൻകുളം പോകാൻ നേരം ബിജു പറഞ്ഞു രണ്ടു മൂന്നോട്ടം പോയില്ല, നമുക്കിന്ന് മാടായിക്കാവ് പോയിട്ട് വരാം. എന്നിട്ട് ആടുന്ന നേരം ബാങ്ക് പോയിട്ട് ഇന്നലെ ബർത്ത്ഡേ അല്ലേ ഉണ്ടായിരുന്നു എൻ്റെ. ഒരു ചുരിദാർ ബർത്ത്ഡേ ഇവക്ക് സ്റ്റാറ്റസ് ഇടാൻ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ഇവള് രാത്രി 12 മണി വരെ എൻ്റെ ഫോട്ടോ കണ്ടിട്ടാ വിളിച്ചിട്ട് ഫോൺ കൊടുക്കുന്നില്ല. ചുരിദാറില്ല, എൻ്റെ അത് മാറ്റാൻ വേണ്ടി വണ്ടിയിലായില്ലേ അമീസും. എന്നിട്ട് ആടുന്ന് ബാങ്കിൽ പോയി ATM അത് ഫോം ഫില്ലാക്കി അവിടെ കൊടുത്ത് നേരെ എന്നാൽ മാടായിക്കാവ് പോകാറുണ്ട്. എന്നിട്ട് മാടായിക്കാവ് പോയി വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടാ. എന്നിട്ട് ചോറിനാണ് നിന്നിട്ട് വേഗം വന്നു. ഉറക്കം വരുന്നോണ്ട് ഭയങ്കര വെയിൽ സഹിക്കാൻ പറ്റുന്നില്ല. അച്ഛന് കണ്ണിന് സുഖമില്ല, അതുകൊണ്ട് ഇങ്ങനെ അച്ഛൻ കണ്ണ് കുത്തി പൊട്ടിച്ച്, കണ്ണ് കുത്തിയാ പൊട്ടം നോക്കാൻ പഠിച്ചു അല്ല അച്ഛാ. ഇങ്ങനെയാണ് സംഭവം. മഴയില്ല ഇപ്പൊ, തനി വേനൽ. ശരിക്കും വേനൽക്കാലാന്നല്ലേ നോക്കിയാ പൊരി വെയിലാണ്. നല്ല പഴയകാലം ഓർക്കുന്നില്ലേ ഇതെല്ലാം കാണുമ്പോ? വെയിൽ കാണുമ്പോ നല്ല വഴിയെല്ലാം നോക്കറ നീ. സത്യം ഇടവഴികൾ കണ്ടായത് എന്ത് രസാണ്. പണ്ട് നമ്മ കളിച്ച് വളർന്ന അതേ സ്ഥലം, ഒരു ചേഞ്ചും ഇല്ല. ഒരു ചേഞ്ചും ഇല്ല പറഞ്ഞാൽ ഒരു ചേഞ്ചും ഇല്ല. കല്ല് വരെ വേണം കാണിച്ചു തരാൻ. എല്ലാം ഉണ്ട്. നമ്മ കളിച്ച് കല്ല് കാണിച്ചു കൊടുക്കാനാണ് നോക്കൂ. ആ ഇത് നോക്കിയാ പ്ലാവിന്റെ വേരിൽ എത്ര കാലായി. എത്ര കാലായല്ലേ. കേട്ടാ ഉറക്കം. നീ എത്ര മണിക്ക് ഉറങ്ങിയണിച്ചേ? ഉറങ്ങിപ്പോയി അലാറം വെച്ചിട്ട്. കണ്ട ഒരു ചേഞ്ചും ഇല്ല കേട്ടാ. കാന്താരി മുളകെല്ലാം പൂത്ത് തളർത്ത് നിൽക്കുന്നുണ്ട്. എന്തിനാണാവോ? പുളിയുറുമ്പുകൾ. ഇവിടെ ഒരു കല്ലുണ്ടായാലാണ് എന്താണ് അമീസ് അല്ല അമീസ് എന്നാ വിളിക്കുന്നു പ്രിയ. ചോണനുറുമ്പിനെ വഴിയിൽ കണ്ടാൽ കല്ലൊരു പർവ്വതമാകില്ലേ. എന്താ രസം പ്രിയ. പ്രകൃതി ഭംഗിയുണ്ടായോണ്ടാന്ന്. ചാമ്പക്കെല്ലാം തീർന്നല്ല. നമ്മ രണ്ടാളും കുഞ്ഞുണ്ടാകുമ്പോ ഇതിന്റെ മുകളിൽ വന്നിട്ട് അമ്മ കുളിപ്പിക്കല്. നല്ല ഓർമ്മയുണ്ട് ഈ കല്ലല്ലേ. എത്ര വർഷത്തെ കാറ്റുണ്ടല്ലോ കല്ലിന്. അടുത്ത ജന്മത്തിൽ കല്ലായി ജനിക്കട്ടെ. പൂമ്പാറ്റ ഇവിടെ എത്തുമ്പോ ശുദ്ധവായു ലഭിക്കുന്നില്ല ശരിക്കും. വെറ്റിലയാണ്. മുളകുണ്ട് അതിന്റെ മുകളിൽ, പക്ഷെ പഠിക്കാനാകുന്നില്ല. ലാസ്റ്റ് പിടിച്ചത് അതിന്റെ മുകളിലുണ്ട്. തോട്ടില് വെള്ളം മാറ്റിയാ പയ്യേ. മറ്റേ ഞായറാഴ്ച വരാണ്. ഓ തോട്ടിന്ന് കുളിച്ചിട്ട് പോവാം. എന്താ തോട്ടില് വെള്ളം. ഒരാള് വെള്ളത്തിക്ക് ഞാൻ പോയെന്ന് ഗൈസ്. ആരോ അലക്കുന്നുണ്ടോ നോക്കൂ. അങ്ങനെ അലക്കുന്ന ഒച്ച വെക്കുന്നുണ്ട് കേട്ടാ. നല്ല ശുദ്ധമായി ശ്വസിക്കണമെങ്കിൽ ഇങ്ങോട്ട് വന്നു. പാമ്പൊന്നും ഉണ്ടാവില്ല, പറയാൻ കഴിയില്ല. നീർക്കോലിയേറ്റും പിടിച്ച് കടിക്കണ്ട. കഴിഞ്ഞ പാമ്പ് കടിച്ചല്ലേ, വെള്ളത്തിൽ നിന്ന് നീർക്കോലി ഇരുന്നു. നീർക്കോലിനെ പോയി ചവിട്ടി വെള്ളലാമയ. അപ്പോൾ നമ്മളിന്ന് അച്ചുവിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. അച്ചു എന്ന് പറഞ്ഞാൽ നമ്മളെ അനിയൻ്റെ ഭാര്യയാണ്. എന്നാ ഒരു കുഞ്ഞ് സ്പൂൺ അതാണ് നോക്കും. എന്താ രസം കാണാൻ. കാണിച്ച് അച്ഛൻ്റെ ചെരുപ്പിടിച്ചാൽ വന്നു. അച്ഛനവിടെ പോണോ അറിയില്ല. നല്ല കുഞ്ഞ് സ്പൂൺ വേണ്ട വെള്ളത്തിൽ. അമ്മ ചായപ്പൊടിയിലിട്ട് വെക്കുന്ന സ്പൂണാണ്. നെക്സ്റ്റ് പരിപാടി എന്താന്ന് കുക്കു? ചോറിനണം. അതിൻ്റെ ഉള്ളിൽ വല്ല പെരുപ്പാമ്പും കൂടിയിട്ടുണ്ടോ? ഇത് അച്ഛനൊരു ചെറിയ കഷ്ണം വെറ്റിലേൻ്റെ വെള്ളി കൊണ്ടിട്ട് കുഴിച്ചിട്ടോ. വേണ്ട ഇപ്പൊ വളപ്പ് നിറച്ചും വെറ്റില. വരുത്തിയുടെ വെറ്റില എന്നാ എടുക്കുന്നു. അടക്കാ വെറ്റില 100. അതാണ് പണ്ടില്ല അവർ. ഓ ഇതെല്ലാം ഇടുന്ന കണ്ടിട്ടാണേ.
സിമ്മിലിപ്പൻ്റെ ഒക്കെ കണ്ടത് ഇതിൽ അടക്കി വെക്കും 100 ഇങ്ങനെ തേക്കും ചുണ്ണാമ്പ് അങ്ങനെ ഒരു വെള്ള ചുണ്ണാമ്പ് എന്നെ 100 എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ മടക്കും പണ്ടില്ലവര് തന്നെയല്ലേ മറ്റേ കൈതപ്പുറത്തെ കണ്ണാടൻ ഓടിന് പോയ പോലെ സായിപ്പ് തൊപ്പിയിട്ടിട്ട് മറ്റേ കണ്ണാടൻ എടുത്തിട്ട് തീവണ്ടി ഒറിജിനൽ നടന്നതാണ് കഥയാണ് ഞാൻ ചെറുതിലേ കേൾക്കുന്ന കഥയാവും അതെ എന്നിട്ട് അയാളെടുത്ത് കൈതപ്പുറത്തെ നാനാട്ടല്ല കൈതപ്പുറത്തെ കണ്ണാടൻ തൊപ്പി അവിടെ വെച്ചു തൊപ്പി വെച്ചിട്ട് സായിപ്പ് എടുത്ത് ഇപ്പുറത്തുനിന്ന് തുമ്മാൻ ചാവിച്ചിട്ട് കോളാമ്പെന്ന് വെച്ചിട്ട് ഇയാള് തൊപ്പിയിലേക്ക് തുപ്പി അയാള് തൊപ്പി എടുത്ത് ഇടുമ്പോ ഇങ്ങനെ ഒഴുക്കുന്നുണ്ട് ചോര പോലെ സായിപ്പിന്റെ തുപ്പല് ചിരിക്കുന്ന നോക്കറ പ്രിയ അതാ പണ്ട് പറയല്ലേ കൈതപ്പുറത്തെ കണ്ണാട്ടൻ ഓട്ടിന് പോയ കഥ അയാൾ ഓടുവാങ്ങാൻ പോയതാ നേടെ മംഗലാവെത്താടിയാന്ന് മംഗലാവരും അന്നേരം സായിപ്പ് തൊപ്പി എടുത്തിട്ട് നല്ല സംഭവം കരിമ്പോക്കിയാ പ്രിയ സ്ലൈറ്റ് വാങ്ങിക്കുന്നത് ആടെ മോനെ കുറച്ച് പണ്ട് ഈ കരിമ്പിന് വേണ്ടിട്ട് പോവാത്ത സ്ഥലമില്ലല്ലോ 10 രൂപക്കെല്ലാം മുക്കിയില്ല ചെറിയ പിള്ളേർക്കല്ലേ 10 രൂപക്കൊന്നും വെക്കയില്ല അന്നേരം 10 രൂപ വലിയ പൈസ 10 പൈസ 1 ഉറുപ്പില്ല 10 പൈസ ആയിട്ടാന്ന് തോന്നുന്നു ചീരൊക്കെ കാട്ടുചീര കുരുമുളക് പിടിക്കുന്നുണ്ടല്ലേ കാട്ടുചീരൊക്കെ എന്താ കുരുമുളക് ചക്ക രുക്കമ്മന്റെ റബ്ബർ തോട്ടം കംപ്ലീറ്റ് വെട്ടിക്കളഞ്ഞു ഇപ്പൊ നല്ല ആ പഴയ കുന്നന്നെ ആയല്ലേ ഓടി വരുന്ന കുന്നായി അല്ലേ പണ്ട് രമ്യ ആ കുന്നിന്റെ മുകളിൽ കൂടെ ഓടി വരും ഞാനെത്ര ഓടിനി ഉണ്ടൂനിയും കൈശം പിടിച്ചിട്ട് ഉണ്ടു ചെറുതല്ലേ ഉണ്ടൂനി ഒക്കത്തിരുത്തിട്ടൊരു ഓട്ടാം ഇപ്പൊ ഓടാൻ കഴിയാ ഇപ്പൊ ഓടാൻ കഴിയില്ല വയസ്സായി നിനക്കും വയസ്സായി ഓക്കും വയസ്സ് നിനക്കും വയസ്സായി ഓക്കും വയസ്സായി എനക്കും വയസ്സായി വയസ്സൊന്നായിട്ട് ഉണ്ടൂനും വയസ്സായി ഓടിക്കാണിച്ച് നോക്കട്ടെ വെറ്റില വെക്കണ വെറ്റില അയ്യോ ഇനി നമുക്കിപ്പോ 5:30 ആകുമ്പോ വീട്ടിലേക്ക് തിരിച്ചു പോണം സത്യം പറഞ്ഞ ഇവിടുന്ന് പോവാനേ തോന്നില്ല ഇതെന്ത് മാവാണേ കുക്കു മൽഗോവ എന്ന് ഉറക്കം വന്നിട്ടാണ് മൂവാണ്ട മാവല്ലാത്ത ഭാഗ്യം കളയിലാണ് നല്ല മാവാന്ന് പണ്ട് മാവൻ ചപ്പോണ്ട് പല്ലേക്കുന്ന ഓർമ്മയുണ്ടോ ഉമ്മിക്കരിയും കൂട്ടിട്ട് അതിലൊരു ഇത് തലക്ക് വെറ്റിലുണ്ട് അത്ര കേട്ടാ കാണിച്ചല്ലേ അയ്യോ എത്ര വേഗം സമയം പോന്നു സമയം പെട്ടെന്ന് പോന്നു ഇപ്പൊ 5 മണിയാവും തിരിച്ചു പോകാനാവും എനിക്ക് കണ്ടന്റ് ഇല്ലാത്ത വീഡിയോ ആണോ ഗൈസ് ഇത് ഞാൻ നട്ട കഴുങ്ങാണ് എപ്പോ ഞാനിവിടെ നട്ടിട്ട് ഞാൻ പണ്ട് കുപ്പിവെള്ളം പഴയത് മണ്ണ് നീട്ടിയാ പറയും ഇത് എന്റെ കുപ്പിവെളിയാന്ന് പക്ഷെ ഇത് ഞാൻ നട്ട് തന്നെയാണ് ഇത് ഞാൻ നട്ട് ഇത് ഞാൻ വെറുതെ കുഴിച്ചിട്ട കിഴങ്ങാണ് വളർന്നു വലുതായി അമ്മയുടെ അടക്ക പിടിക്കാനായിട്ടില്ല കഴിഞ്ഞ കാന്താരി മുളക് എടുത്ത് കടിക്കണം മോരുണ്ടോ നോക്കൂ അല്ല കാന്താരി മുളക് വെച്ച് ചോറുണ്ടാരാ ഇത് സൂര്യകാന്തിൻ്റെ വിത്താന്ന് കേട്ടാ എൻ്റെ അച്ചൂട്ടൻ വിത്ത് കൊണ്ട് കൊടുത്തിട്ട് അമ്മ നട്ടതാണ് ഫുള്ള് മുളച്ചിട്ടുണ്ട് ഇത് നമ്മൾ തത്തക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്ന വിത്താണ് പ്രജി നീ കൊടുത്തോണേ സൂര്യകാന്തി മുളച്ചിട്ടുണ്ട് ഞാൻ എടാ കുറച്ച് കാന്താരി മുളക് വേണം തത്ത കൊടുക്ക കാന്താരി മുളക് കാന്താരിക്ക് 850 ഉറുപ്പിക കിലോന് അല്ല കാന്താരി കൊരങ്ങനെ വിളിക്കുന്ന അച്ഛൻ കൊരങ്ങേ കറിവേപ്പിലുണ്ട് പ്രിയ പോന്ന് പറിച്ചോട്ടാ കറിവേപ്പിലെല്ലാം അവിടെ ഇഷ്ടം പോലെ ഉണ്ട് കറിവേപ്പിലുണ്ട് മാത്രം കറിവേപ്പിലൊരു പൂവുണ്ടോ എന്തേ